ഒരു തലമുറയുടെ കണ്ണുനീരാണ്, ഒരു സമൂഹത്തിന്റെ നെഞ്ചിരിപ്പാണ്. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിശബ്ദമായി കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് വഴിതെറ്റുന്ന യുവത്വം? യുവത്വം എന്നാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള സമയമാണ്, നമ്മുടെ മനസ്സിൽ ഉന്മേഷം നൽകുന്ന സമയമാണ്, നമ്മളെ സ്വപ്നങ്ങളെല്ലാം ചിറവീഴുന്ന സമയമാണ് നമ്മുടെ യുവത്വം. എന്നാൽ ഇതേ യുവത്വം തന്നെയാണ് ഇന്ന് ഏറ്റവും വേഗത്തിൽ നശിക്കുന്നതും ഏറ്റവും എളുപ്പത്തിൽ തകരുന്നതും ഇതേ യുവത്വം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ യുവത്വം ഇങ്ങനെ നശിക്കാൻ ആരാണ് കാരണക്കാരൻ? എന്തുകൊണ്ടാണ് നമ്മുടെ യുവത്വം ഇങ്ങനെ നശിച്ചു പോകാനുള്ള കാരണം എന്നാണ് നാം ചിന്തിക്കണം. നമ്മുടെ സമൂഹമാണോ, സാങ്കേതിക വിദ്യകളാണോ, സിനിമയാണോ, അതോ സോഷ്യൽ മീഡിയകളാണോ നമ്മുടെ യുവത്വം ഇങ്ങനെ നശിച്ചു പോകാനുള്ള കാരണം? ഒരു യുവാവിന്റെ വഴിയിൽ നിന്ന് 100 വഴികളുണ്ട്. എന്നാലോ നേരായ പാതയിലേക്ക്, ശരിയായ പാതയിലേക്ക് ശരിയായ പാതയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ ഒരാൾ പോലുമില്ല. എന്നാലോ അവരുടെ കയ്യിലുള്ള ഫോണിലാണെങ്കിൽ ലോകം മുഴുവൻ കിട്ടും. എന്നാലോ അതുകൊണ്ട് ജീവിതത്തിന് അർത്ഥം കിട്ടുന്നില്ല എന്നതാണ് സത്യം. 1000 ഫോളോവേഴ്സ് ഉണ്ടാവുക, എന്നാലോ അവന് നേരായ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ഒരാൾ പോലുമില്ല എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മുടെ യുവാക്കൾ ഇങ്ങനെ ആയിപ്പോവാൻ എന്താണ് കാരണം? മുൻകാലഘട്ടങ്ങളിലെ ഒരു കുട്ടിയെ തെറ്റ് ചെയ്താൽ അവരുടെ മാതാവിന്റെ കണ്ണുനീരാണ് അവനിക്കുള്ള ശിക്ഷ, അവരുടെ പിതാവിന്റെ നിശബ്ദതയാണ് അവനിക്കുള്ള മുന്നറിയിപ്പ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ചിന്തിക്കണം, മുൻകാലഘട്ടങ്ങളിൽ അശ്ലീലത ഒളിഞ്ഞിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന അശ്ലീലം ഇന്ന് പ്രദർശിപ്പിക്കൽ ഒരു വിനോദമായി മാറിയിരിക്കുകയാണ്. ലഹരി വസ്തുക്കളാണെങ്കിൽ അപരിചിതന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ലഹരി വസ്തുക്കള് ഇന്ന് ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം സുഹൃത്തിന്റെ ചിരിയിലൂടെയാണ് ഇന്ന് ലഭിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നാം ചിന്തിക്കണം, ഹറാമുകൾ ഇരട്ടത്തോടെ ചെയ്തുകൊണ്ട് ചെയ്ത ഹറാമുകള് നാം ഇന്ന് ചെയ്ത് തുറന്നു വെച്ച സ്ത്രീയെ പോലെയാണ് ഇന്ന് ഹറാമുകൾ ചെയ്യുന്നത്. നമ്മുടെ യുവാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം ഒരിക്കലും യുവാക്കളെ മോശമായിട്ട് കണ്ടിട്ടില്ല. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഇസ്ലാം പറയുന്നുണ്ടല്ലോ, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹു അസ്സ വജൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തീർച്ചയായും അവർ റബ്ബിൽ വിശ്വാസം അർപ്പിച്ച യുവാക്കളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സബഅത യുളില്ലുഹും ഫീ ദില്ലിഹി വശാബുൻ നശാ ഇബാദത്തില്ലാഹ്. നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ നിഴലിൽ തണൽ ലഭിക്കുന്ന 7 വിഭാഗക്കാരുണ്ട്. അതിലൊരു വിഭാഗം ആരാണെന്നറിയുമോ? ഷാബുൻ നശഅഫി ഇബാദത്തില്ല. അത് റബ്ബിന് വേണ്ടി തന്റെ യുവത്വം, റബ്ബിന് വേണ്ടി തന്റെ യൗവനം റബ്ബിന് വേണ്ടി മാറ്റിവെച്ചവരുണ്ടല്ലോ, അതാണ് അതിലൊരു വിഭാഗമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയുമോ? നമ്മുടെ യുവത്വത്തെ നാം നശിപ്പിക്കുകയല്ല വേണ്ടത്, നാം നിർമ്മിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സ്വയം നമ്മൾ കത്തി നശിക്കാനുള്ളതല്ല, നമ്മളത് പ്രകാശിക്കാനുള്ളതാണ് നമ്മുടെ യുവത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, വലാ തത്തബിൽ ഹവാ ഫയുദില്ലുക അൻ സബീലില്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയെ, നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്. കാരണം നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ നിന്നും, നിങ്ങൾ റബ്ബിന്റെ വഴിയിൽ നിന്നും, നിങ്ങളെ റബ്ബിന്റെ വഴിയിൽ നിന്നും അത് തെറ്റിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ യുവത്വം നാം ഒരിക്കലും നശിപ്പിക്കരുത്. ഇന്നൊരു യുവാവിനെ കണ്ടു കഴിഞ്ഞാൽ നീ പറയേണ്ടത് അവൻ മോശമാണെന്നല്ല പറയേണ്ടത്, അവനിക്കൊരു ഭാവിയുണ്ട്, അവനിക്കൊരു വലിയൊരു സാധ്യതയുണ്ടെന്നാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ന് ഒരു അവനിക്കുള്ള വാതിലുകൾ നാം ഒരിക്കലും അടച്ചു കൊടുക്കരുത്, വഴികൾ തുറന്ന് കാണിച്ചു കൊടുക്കണം. അവനെ ഭീഷണിപ്പെടുത്തരുത്, അവനെ നാം വിശ്വസിപ്പിക്കണം. അതാണ് വേണ്ടത്. വഴിതെറ്റുന്ന യുവാവ് നാളെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു നേതാവായേക്കാം, നാളെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു യുവത്വമായേക്കാം, ഒരു യുവാവായേക്കാം, ഒരു പണ്ഡിതനായേക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, യുവത്വം നശിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല നശിക്കുന്നത്, ഒരു കുടുംബമാണ്, ഒരു സമൂഹമാണ്, ഒരു ഭാവിയാണെന്ന് നാം ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഏക കാര്യമാണ്, ഒരു യുവാവ് നശിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളിൽ നിന്ന് നശിച്ചു പോകുമെന്ന് നാം ചിന്തിക്കണം. വഴിതെറ്റുന്ന യുവത്വത്തെ നാം ഒരിക്കലും കൈവിടരുത്, നമ്മൾ കൈപിടിക്കണം, തള്ളിക്കളയരുത്, തോളോടുകൂടി ചേർത്ത് വെക്കണം. അതാണ് നമ്മുടെ യുവത്വം, നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ യുവത്വവും നമ്മുടെ യുവാക്കളെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഇഹ്ദി ശബാബൽ മുസ്ലിമീന വഹ്ഫദ്ഹും മിനൽ ഫിത്നി മാ ളഹറ മിൻഹാ വമാ ബതന വസ്തഅമിലും ഫീ തആതിക. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.